എന്താ മക്കളെ? അമ്മേ, ഇന്നലെ ഞങ്ങളെടുത്ത ഫോട്ടോസ് ഒന്നും അത്ര ക്ലിയർ അല്ലായിരുന്നു. അതുകൊണ്ട് പുതിയ ചില ഫോട്ടോസ് കൂടി എടുക്കണം. മാത്രമല്ല, ഈ ഒരു ഓഫർ തന്നത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണെന്ന് അമ്മയോട് പറഞ്ഞിരുന്നല്ലോ. അതെ, അവൾക്ക് അമ്മയോട് എന്തൊക്കെയോ സംസാരിക്കണം അത്രേ. ഞാൻ വീഡിയോ കോൾ ചെയ്യാം, അമ്മ അവളോടൊന്ന് സംസാരിക്കും. ശരി മോളെ. മോളെ, നമുക്ക് ഇപ്പൊ പോവാം കേട്ടോ. മീനാക്ഷി! അയ്യോ, എന്റെ കുഞ്ഞ്! അയ്യോ, എന്റെ കുഞ്ഞ്! ആ മോനെ! അയ്യോ, ഇപ്പൊ വീണേനെ! അയ്യോ, പിടിക്കൂ, പതുക്കെ. കുഞ്ഞിനെ ആരാ കൊണ്ടുവന്ന് ഈ ടീപ്പോയിൽ കിടത്തിയത്? അതിത്ര പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ? അവള് തന്നെ. അവളീ കൊച്ചിനെ കൊന്നുകളയും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അവളെ ഇന്ന് ഞാൻ ശരിയാക്കും. എടാ, അവള് നിന്നോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുക. അതെ, കഴിഞ്ഞ ദിവസം നാടോടികള് കുഞ്ഞിനെ കിടത്തിയിരിക്കുന്ന പോലെ ദേ കുഞ്ഞിനെ തറയിൽ കിടത്തിയിരിക്കുന്നു, ഒരു പായ പോലും വിരിക്കാതെ. ഈ വീട്ടിലാണെങ്കി എട്ടുകാലി, ഇരട്ടവാലൻ, പഴുതാര, തേള്, ചെള്ള് തുടങ്ങി ഒരു കീടങ്ങൾക്കും ഒട്ടും കുറവുമില്ല. ചെമ്പകമംഗലത്തെ അവകാശികള് ഇവറ്റകളാണെന്ന് പറഞ്ഞ നടക്കുന്നത്. ഈ കീടങ്ങളുടെ ഇടയില ഈ പെഞ്ചു കുഞ്ഞിനെ അവള് കിടത്തിയിരിക്കുന്നത്. എന്തെങ്കിലും അവളോട് ചോദിക്കാൻ ചെന്നാലേ അവളെ സപ്പോർട്ട് ചെയ്യാനല്ലേ ഇവിടെ ആളുള്ളൂ, നിന്റെ അച്ഛൻ വരെ. ഞാനും നീ ഇവിടെ ഒറ്റപ്പെടുക, ഇവരുടെയൊക്കെ മുമ്പില് നമ്മൾ കൊള്ളരുതാത്തവരായി മാറുക. അവളെവിടെ? ആ മീനാക്ഷി. അവളോ? അവള് വെറും മീനാക്ഷി അല്ലല്ലോ, കളക്ടർ മീനാക്ഷി അല്ലേ? കളക്ടർ മീനാക്ഷിക്ക് ഈ ജില്ലയുടെ ഭരണം മൊത്തമല്ലേ? അവള് മൊഫൈലിലായിരിക്കും, ഏത് നേരം മൊഫൈലില്. ആരെയാ വിളിക്കുന്നെന്ന് ദൈവത്തിനെ അറിയൂ. അതൊക്കെ തെരഞ്ഞു പിടിച്ച കഥ വേറെ ആയിരിക്കും. അവൾ എവിടെയാണെന്നാ ഞാൻ ചോദിച്ചത്. മൊഫൈൽ സർവീസ് അല്ല, മോളിലല്ലേ, വളരെ രഹസ്യമായി മോളിലുണ്ട്. ഇന്ന് ഞാൻ അവളെ പൊട്ടുന്ന പോലത്തെ ശബ്ദങ്ങള് ഇപ്പൊ കേക്കാം. ഇന്ന് അവളുടെ ആണപ്പല്ല് തെറിക്കും. ഹലോ, ഹായ്. ദേ ഇതാ മണിയമ്മ. ഹായ് മോളെ. ഹായ് അമ്മേ. മണിയമ്മ എന്ന് വിളിച്ചാ മതി, അതിൽ തന്നെ ഒരു അമ്മയുണ്ടല്ലോ. ശരി അമ്മേ. എനിക്ക് ഓർഡർ തന്ന ആളോട് നല്ല ബഹുമാനമാ. അമ്മയുടെ വർക്ക് അത്രയ്ക്ക് നല്ലതല്ലേ? എന്തൊക്കെയാ മോളെ പിന്നെ വിശേഷങ്ങള്? എന്ത് വിശേഷം അമ്മേ? നല്ല മോള്. അതാരാ അമ്മേ? അതെന്റെ മോളാ. ഞാൻ മോളെ കുട്ടിക്ക് പരിചയപ്പെടുത്തി തരാം. മോളെ, ഇങ്ങ് വന്നേ. ഞാൻ ഒരാളെ മോക്ക് പരിചയപ്പെടുത്താം. മോളെ കാണണമെന്നേ ഈ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം. വേഗം വാ മോളെ.
ഒന്ന് വേഗം നടന്നു വാ മോളെ. നീ എന്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ടീപ്പോയി കിടത്തിട്ട് അവളിവിടെ വീഡിയോ കോൾ ചെയ്ത് കളിക്കുന്നു. കുഞ്ഞിനെ ടീപ്പോയി കിടത്തിന്നോ? ആര്? നീ അല്ലാതെ ആര്? കുഞ്ഞ് തൊട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു. മിണ്ടരുത്, നീ കള്ളം പറയുന്നു. എന്റെ കുഞ്ഞ് ആ ടേബിളിൽ നിന്ന് താഴെ വീണ് തല പൊട്ടിയിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനെ നോക്കാനാ ഞാൻ നിന്റെ കഴുത്തിൽ ആ താലി കെട്ടിയിരിക്കുന്നത്, അല്ലാതെ എന്റെ ഭാര്യയാക്കാനല്ല. പാടി ഇവിടെ, നിന്നെ ഞാനിത് ശരിയാക്കി തരാം. വാങ്ങോട്ട്. ഇങ്ങോട്ട് ഇറങ്ങി പാടി. അവളുടെ ഒരു ഫോൺ വിളി. ചിലക്കാതെ ഇറങ്ങി പാടി. കൊടുക്ക വെക്കിട്ട് അഹങ്കാരം അങ്ങ് തീരട്ടെ. പറയടി, നീ എവിടേക്കാടി പോയത് ഈ കുഞ്ഞിനെ ടീപ്പോയി കിടത്തിട്ട്? ഞാൻ കുഞ്ഞിനെ ടീപ്പോയി കിടത്തിയിട്ടില്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നീ അങ്ങനെ ചെയ്തത്, നീ അങ്ങനെ ചെയ്യൂ. നമ്മുടെ കൊച്ചിന് ഇവര് യാതൊരു സ്വസ്ഥതയും കൊടുക്കുന്നില്ലല്ലോ മോളെ. എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ അമ്മേ? അവനും ഇവിടുത്തെ മോനല്ലേ? ആ, അവനും ഇവിടുത്തെ മോനാണെന്ന് കരുതി അവൻ കാണിക്കുന്ന ഈ അക്രമമൊക്കെ ക്ഷമിക്കണമെന്നാണോ? നീ എന്നോടുള്ള ദേഷ്യം മുഴുവൻ തീർക്കുന്നത് ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടാ. അത് ഞാൻ ക്ഷമിക്കില്ല. വേറെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. ഈ കുഞ്ഞിനെ ഞാൻ ഉപദ്രവിച്ചെന്ന് മാത്രം പറഞ്ഞ ഞാനത് സഹിക്കില്ല. നിങ്ങൾ മാത്രമല്ല വികാരവും വിചാരവും ഉള്ള മനുഷ്യര്. ഞങ്ങളൊക്കെ മനുഷ്യരാ. ദേ, ഈ നിൽക്കുന്ന സ്ത്രീയുടെ കയ്യോ കാലോ ഞാൻ ഒടിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞോ? അത് ഞാൻ സഹിക്കും. എടാ മോനെ, ഇവള് പറഞ്ഞത് കേട്ടോ? എന്തോടി പറഞ്ഞ നിന്നെ ഞാൻ? എടാ, നിന്റെ അമ്മയുടെ ഏഷണിയിലെ എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താല് നിന്റെ കൈ ഞാൻ വെട്ടും. ഇത് എന്റെ കുടുംബ പ്രശ്നമാ, ഇതിലിടപെടാൻ വരല്ലേ? ആ, ഇത് എന്റെ കുടുംബമാടാ. ഇവിടെ കിടന്ന് നീ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കിയാലേ അമ്മയും മോനെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ ആരും എന്നെ ഒരു ചുക്കും ചെയ്യില്ല. ഞാൻ വേണ്ടാന്ന് കരുതിയിട്ടാ. നിനക്കറിയാലോ, മുമ്പ് ഇന്ദ്രജയുടെ ചതി കൊണ്ട് ഈ നന്ദിനിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് അന്യായമായി തടങ്കിൽ വെച്ചത്. എന്റെ ഒരൊറ്റ ഫോൺ കോളിലാ രായ്ക്ക് രാമാന ഹോം മിനിസ്റ്റർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. നീ അതിന് ദൃക്സാക്ഷിയോ? അതുപോലെ നിന്നെ ഞാനൊന്ന് പഠിപ്പിക്കേ. കാണണോ നിനക്ക്? കാണോടാ. വേണ്ടമ്മേ, വേണ്ട. വേണ്ട. എന്തായാലും ഇവളെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. ഇവള് ചെയ്ത തെറ്റിന്റെ ശിക്ഷയ്ക്കായി ഇന്നത്തെ ദിവസം ഇവൾക്ക് ഇവിടെ നിന്ന് ആഹാരമില്ല. ഇവിടെ ആരും ഇവൾക്ക് കൊടുക്കാനും പാടില്ല. എന്റെ അനുവാദം ഇല്ലാതെ ഈ വീട്ടിൽ നിന്നോ അയൽപക്കത്ത് നിന്നോ ആരെങ്കിലും ഒരു തുള്ളി വെള്ളം ഇവൾക്ക് കൊടുത്താൽ ഈ കാർത്തിക് ആരാണെന്ന് നിങ്ങൾ എല്ലാരും അറിയും. ഞാനിവൾക്ക് പച്ച വെള്ളം പോലും കൊടുക്കില്ല. പക്ഷേ നമ്മുടെ വീടിന്റെ സമാധാനം കളയുന്ന കുറച്ച് അയൽവക്കക്കാരുണ്ട് ഈ ചുറ്റുവട്ടത്തെ. അവർ ചിലപ്പോ കൊടുക്കും.
അവര് കൊടുത്ത വിവരം അറിയും. അമ്മേ, കുഞ്ഞിനെ നോക്കിക്കോ. ഏ ACP അല്ല, ഞാനെന്താ പോലീസ് സ്റ്റേഷനിലെ പാറാവുകാരനോ? ഇനി ഞാൻ ഇതിനെ നോക്കണം. മൈഥിലി, നീ എന്താ വീണ്ടും നിന്റെ കുഞ്ഞോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? ഏതൊരമ്മയ്ക്കാ സ്വന്തം കുഞ്ഞിനെ ഓർത്ത് ടെൻഷൻ ഇല്ലാത്തത്? എനിക്ക് ടെൻഷനുണ്ട്. ഞാനിപ്പോ ഈ ടെൻഷൻ ആവുന്നത് അതുകൊണ്ടൊന്നും അല്ല. പിന്നെ അമ്മയെ ഈ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഏൽപ്പിച്ച പെൺകുട്ടി ആരാണെന്നാ എന്റെ സംശയം. എടീ, അവൾ ആരായാലും നിനക്കെന്താ? അതല്ലടാ, അവള് എന്നെ കാണണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാ? എടീ, അതാ മണിയമ്മയെ പരിചയപ്പെട്ടപ്പോ വെറും സ്വാഭാവികമായിട്ട് ചോദിച്ചതായിരിക്കും. അതിനപ്പുറത്തേക്ക് നീ വേറെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും കാണണ്ട. നീ എല്ലാ കാര്യത്തിനും അകാരണമായി പേടിക്കുകയാണ്. ആരെന്ത് പറഞ്ഞാലും അവരൊക്കെ കാർത്തിയുടെയും മീനാക്ഷിയുടെയും ആളുകളായിരിക്കും എന്നുള്ള നിന്റെ വെറും തെറ്റിദ്ധാരണയും പേടിയും. അവരെനിക്ക് പേടി തന്നെയാടാ. ആ കാർത്തിക്കും മീനാക്ഷിയും നമ്മളെ വെറുതെ വിടുമെന്ന് നീ കരുതുന്നുണ്ടോ? എടീ, അവരിനി നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. എടീ, ആ കാർത്തിക് ഇനി നമ്മുടെ പുറകെ വന്ന അതിനി അവന് തന്നെ നാണക്കേടാ. ആ കാർത്തികേ എന്നോട് പ്രതികാരം ചെയ്യാതിരിക്കില്ല വൈശാഖെ. കാരണം അവൻ അത്രയ്ക്ക് എന്നെ സ്നേഹിച്ചിരുന്നു. ജീവന തുല്യം സ്നേഹിച്ചവർ ചതിച്ച അത് ഇവനെ പോലുള്ള പാവങ്ങൾക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ലേ? അമ്മ, മോളെ നമുക്ക് പോവാം. എനിക്ക് ബലിയിടണ്ടേ? പോകാമേ. പോവാം മോളെ. പോയിട്ട് വരട്ടെ വൈശാഖെ, ഞങ്ങള് പോയിട്ട് വരാം. പോരോ മക്കളെ, പോയിട്ട് വരാം. വാ. കുഞ്ഞിനോടുള്ള സ്നേഹം എനിക്കല്ലേ അറിയൂ. ഇവരെ ആരെയും ബോധ്യപ്പെടുത്താനല്ലല്ലോ ഞാൻ ഈ പാവം കുഞ്ഞിനെ സ്നേഹിക്കുന്നത്. ഇതിനെ പ്രസവിച്ചതിന്റെ അമ്മയ്ക്ക് പോലും ഇതിനെ വേണ്ട. പക്ഷേ എനിക്ക് വേണം. പക്ഷേ ഈ അമ്മയോടും മകനോടും യാതൊരു ആത്മാർത്ഥതയും കാണിച്ചിട്ട് കാര്യമില്ല. അവർക്കത് മനസ്സിലാവില്ല. ഇവക്കെ പട്ടിണി ശിക്ഷ വിധിച്ചിരിക്കല്ലേ? വിശന്ന് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഈ ബിരിയാണി തിന്നുകൊണ്ട് ഇവിടെ മാക്സിമം കൊതിപ്പിക്കാം. നോക്കുന്നില്ലേ, ഇവിടെ നോക്കിക്കൊണ്ട് തന്നെ തിന്നാം. ആഹാ, ആഹാ, കുഴിമന്തിയാ. നിങ്ങൾ കുഴിമന്തിയോ കുളമന്തിയോ കഴിക്കേ, അതിന് ഞാനെന്ത് വേണം? യമമന്തിയാ കഴിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആ ഹോട്ടലിൽ നിന്ന് കുഴിമന്തിയേ ഉള്ളൂ. അടുത്ത ആഴ്ച മുതൽ
കുവൈറ്റ് മന്തി കൂടി തുടങ്ങുന്നുണ്ട്. ഈ പറവകളെ എല്ലാം തിന്ന് നിങ്ങൾ പറക്കും. ഇത് കോഴിയല്ലേ? ഇത് കഴിച്ചിട്ടേ മകന്റെ മുമ്പിൽ ചെന്ന് നിന്ന് കൂവ്. അമ്മയും മകനും തമ്മിൽ നല്ല ചേർച്ച. നീ ദേഷ്യപ്പെടുന്നതേ നിനക്ക് നന്നായിട്ട് വിശന്നിട്ടാണെന്ന് എനിക്കറിയാം. നിന്റെ വായിലേ ഒരു ബോട്ട് ഓടിക്കാം. അയ്യോ, എനിക്ക് വല്ല അസുഖം വരുമാവോ? ആഹാ, എന്താ ഒരു രുചി! കൊച്ചിനെടുക്കടി. ആ വക ഉത്തരവാദിത്തങ്ങളൊന്നും എനിക്കില്ല. ഉത്തരവാദിത്വമൊന്നും ഇല്ലെന്നോ? ഇല്ല. ACP കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങളെയാ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നോട് കുഞ്ഞിനെ നോക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അതെ, അതൊന്നും പറ്റില്ല. കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കണം. കുഞ്ഞിനെ എടുത്തേ, എനിക്ക് ബിരിയാണി കഴിക്കാനുള്ളത്. കുഞ്ഞിനെ നോക്കാൻ എനിക്ക് സൗകര്യമില്ലെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? ആ കുഞ്ഞിന്റെ അച്ഛമ്മ നിങ്ങളാ. നിങ്ങൾ തന്നെ ആ മുതലിനെ എടുത്തോ. വായിക്ക് രുചിയായിട്ട് ഈ ആഹാരം പോലും കഴിപ്പിക്കില്ല. മോശം. എന്താ നോക്കച്ചേ? വാവോ 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 ഇക്രു വാവോ. ഇതെന്താ പൂച്ചക്കുഞ്ഞിനെ ഓർക്കുന്നോ? ദേ, മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങു വച്ചേ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുവേ. ആ, ഉറങ്ങു വച്ചേ. വാവാവോ വാവാവോ വാവാവോ. ഉറങ്ങു വച്ചേ. ഓ, ഉറങ്ങു വച്ചേ അങ്ങോട്ട്. ഇതൊരു ബിരിയാണി. ഓ, ഇവിടെ തന്നെ അവിടെ കൊണ്ടുപോ. ഇല്ല 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 ഇല്ല. ഓ ഓ ഓ ഓ, വാവോ വാവോ. ഉറങ്ങിയ നിങ്ങൾ പ്രസവിച്ച ഒരു സ്ത്രീയാണെങ്കിലേ മനസ്സിൽ സ്നേഹവും വാത്സല്യവും ഒക്കെ കാണും. ഒരു കടമ നിർവഹിച്ചു എന്നല്ലാതെ ഒരു മകനെ പെറ്റു വളർത്തിയ അമ്മയല്ല നിങ്ങള്. ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും എനിക്ക് ഒരു രക്തബന്ധം ഈ കുഞ്ഞിനോട് ഇല്ലെങ്കിലും എന്റെ ചൂട് തട്ടിയപ്പോ ഈ കുഞ്ഞു ഉറങ്ങി. എന്റെ ഉള്ളിലെ വാത്സല്യം പിറന്നു വീണ ആ നിമിഷം മുതൽ ഈ കുഞ്ഞ് അറിയുന്നുണ്ട്. അതെന്റെ ഹൃദയത്തോട് ചേർന്ന് കിടന്ന് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു. ഒരു കാട്ടുമൃഗത്തിന്റെ മനസ്സലിവ് പോലും നിങ്ങൾക്കില്ല. എന്റെ മുത്തശ്ശിയുടെ വയറ്റില് നിങ്ങൾ എങ്ങനെ വന്ന് പിറന്നു എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഒരു അത്ഭുത ജീവി. എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. ആഹാ, എന്താ മോളെ നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ? ഒന്നുമില്ലമ്മ. ഒന്നുമില്ലെന്നാ നീ വെറുതെ നുണ പറഞ്ഞതാ. നിന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാം നിന്റെ സങ്കടത്തിന്റെ കാരണം. മോൾ ഇതുവരെ ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ അമ്മേ. അത് ശരി, അതോർത്താണോ നീ വിഷമിക്കുന്നേ? എന്നാലേ അക്കാര്യം ഓർത്ത് നിനക്ക് ഒരാധിയും വേണ്ട. അവളെ എന്റെ കൊച്ചുമോള. മീനാക്ഷി ആരുടെ മുമ്പിലും അങ്ങനെ തോറ്റൊന്നും കൊടുക്കില്ല. വിശപ്പ് സഹിച്ചു ഇരിക്കില്ല. നീ കണ്ടോ, സാവിത്രിക്കിട്ട് അവള് കൊടുക്കാൻ പോകുന്നതേ കനത്ത തിരിച്ചടിയായിരിക്കും. മീനാക്ഷിയെ തോൽപ്പിക്കാൻ സാവിത്രിയെ കൊണ്ടൊന്നും പറ്റില്ല മോളെ. നീ കണ്ടോ, എന്തോ ഒന്ന് മീനാക്ഷി ഉദ്ദേശിച്ചിട്ടുണ്ട്. അതേന്നേ. നീ എന്തിനാ നന്ദിനി പിന്നെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ?
വളർത്തുപുത്രി പട്ടിണി ഇരിക്കുന്നതുകൊണ്ടായിരിക്കും. ആരും സഹതപിച്ചിട്ടോ കണ്ണീരൊഴുക്കിട്ടോ യാതൊരു കാര്യവുമില്ല. ഇന്നു മുതൽ ജലപാനം പോലും ഇല്ലാതെ ഇവളിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. എന്തെങ്കിലും തരികട വേല കാണിച്ച് വല്ല പച്ചവെള്ളമോ മറ്റോ എടുത്ത് കുടിച്ചാലേ ഈ പട്ടിണി ദിനങ്ങള് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കും. എന്റെ മകനോടൊന്ന് പറഞ്ഞാ മതിയേ. അവനാണെങ്കിലേ പന്നിപ്പടക്കം കടിച്ച മുട്ടനാടിനെ പോലെ കറങ്ങി നടക്കുക. നീ എന്താടി കളിയാക്കിച്ചിരിക്കുന്നത്? അല്ല, തലപോയ ആ മുട്ടനാടിനെ പോലെ നടക്കുന്ന ACPയുടെ രൂപം ഞാനൊന്ന് ആലോചിക്കായിരുന്നു. കാണാൻ എന്തൊരു ഭംഗിയായിരിക്കും. മതിയടി നിർത്ത്. നീ നിന്റെ വളർത്തമ്മയും ആ വളർത്തമ്മയുടെ വളർത്തമ്മയും കണ്ട് ഞെളിയണ്ട. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന നേരത്ത് എന്റെ കണ്ണ് വെട്ടി ചിവക്ക് വരതും കൊടുക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല.